അസ്സലാമലൈക്കും. എന്നുമില്ലേ, ലാസ്റ്റാണ് കേട്ടോ പറയുന്നത്. ഇന്ന് ആദ്യം തന്നെ പറയാം, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. പിന്നെ ലൈക്കും കമൻറ്റും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. 2 ദിവസം നോമ്പിൻ്റെ സ്നാക്സും ഡ്രിങ്കും കണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെയല്ലേ അട ഉണ്ടാക്കാനും വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കാൻ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവർക്കും ഒരു മടിയാന്ന് തോന്നല്ലേ. അപ്പോൾ മടി കാണിക്കാണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണണേ. അപ്പോൾ അതാ അട ഉണ്ടാക്കുന്ന പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രം വെച്ചിട്ടാണ് അട ഉണ്ടാക്കിയത്. അതിൻ്റെ ഫില്ലിങ്സ് ഇല്ലേ, ചിക്കനും പിന്നെ ക്യാബേജും വെച്ചിട്ടാണ് കേട്ടോ ഫില്ലിങ്സ് ഉണ്ടാക്കിയത്. പിന്നെ അല്ല അടേൻ്റെ ഒപ്പം ഞാൻ കട്ട്ലേറ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിനി. അപ്പോൾ അതിൻ്റെ സമയമില്ലാത്തത് കൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ എടുക്കാനും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടാ. അങ്ങനെ നമ്മൾ അട എല്ലാം പൊരിച്ച് കഴിഞ്ഞ് പിന്നെ അടുത്തതില്ലേ ഒരു സ്പെഷ്യൽ നാടൻ ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിലെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ കുമ്പളങ്ങിയില്ല, എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അപ്പോൾ കുമ്പളങ്ങീൻ്റെ ഒരു പീസ് എടുത്തിട്ട് കുക്കറിൽ 4 വിസിലാക്കിയിട്ട് വേവിക്കാം നല്ലോണം. എന്നിട്ടില്ലേ കുറച്ച് മാത്രം പൊടി എടുത്തിട്ട് കുറച്ച് കസ്റ്റേർഡ് ആക്കി വെക്കാം. ഇതില്ലേ ഹെൽത്തി ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ പഞ്ചസാരക്ക് പകരം കസ്റ്റേർഡിൽ ബെല്ലം വന്നിട്ട് ആഡാക്കി. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമും ആഡാക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് പാല് ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണേ. ഇതാ നമ്മളെ ഹെൽത്തി ഡ്രിങ്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതിനൊരു കുമ്പളങ്ങിൻ്റെ മണം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഈ ഫ്ലേവറിനും വേണ്ടിയിട്ട് കസ്റ്റേർഡ് ആഡ് ചെയ്യുന്നില്ലേ, അതുകൊണ്ട് നല്ലൊരു കസ്റ്റേർഡിൻ്റെ ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു മണമായിരിക്കും കേട്ടോ. ഈ ഒരു ഡ്രിങ്കില്ലേ കുടിക്കാനും ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. കസ്റ്റേർഡെല്ലാം ആഡ് ആക്കിയിട്ടുള്ളതുകൊണ്ട് പിന്നെ അത്ര തന്നെ ബോഡിയിലേക്കും ബെനിഫിറ്റ് ഉള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഈ ഒരു ഡ്രിങ്കിൻ്റെ ഷോർട്സ് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിന്, അപ്പോൾ എല്ലാവരും ഒന്ന് കാണണേ. ഇതില്ലേ പിറ്റേ ദിവസമാണ് ഉണ്ടാക്കിയ. മോള് കുറേ ദിവസമായിട്ട് ഡോണറ്റ്സ് വേണമെന്ന് പറയുന്നുണ്ടായിന്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമല്ലേ ഡോണറ്റ്. അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതില്ലേ 1.5 കപ്പ് പാലിന് 3 കപ്പ് മൈദയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് കേട്ടോ ഞാൻ എടുത്തത്. എന്നിട്ട് നല്ലോണം കുഴച്ചിട്ട് ഒരു 1.5 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ടത് ഡബിൾ സൈസായിട്ട് പൊങ്ങി വരും കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല ഷേപ്പിൽ ഒരേ സൈസിൽ ബോളാക്കിയിട്ട് പിന്നെ നടുക്കിങ്ങനെ ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇതിലെ 2 സൈഡും ഗോൾഡൻ കളറായിട്ട് വേണം കേട്ടോ ഉണ്ടാവാൻ ഒരുപോലെ. പിന്നെ ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിലില്ല ഉള്ളിൽ വേവാണ്ട് പുറം മാത്രം ഇങ്ങനെ കളറായി വരും. എന്നിട്ട് എല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മളെ ഈ ഡോണറ്റ്സ് എല്ലാം ഫ്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടെല്ലാം മുക്കിലെ ഞാൻ 2 കളറിലുള്ള ചോക്ലേറ്റാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ആ ചോക്ലേറ്റ് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ വെച്ച് തിളച്ച വെള്ളത്തിൽ വേറൊരു പാത്രത്തിലിട്ട് മെൽറ്റാക്കി എടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ വൈറ്റ് കളർ ചോക്ലേറ്റ് ഇല്ലേ കുറച്ച് കട്ട പിടിച്ചുകൊണ്ട് തന്നെ ഞാനല്ലേ കുറച്ച് വെള്ളം ആഡാക്കിയിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഡോണറ്റിൽ നല്ലോണം ഈ വൈറ്റ് കളർ ചോക്ലേറ്റ് കോട്ടാവാത്തത്. ഡോണറ്റിൽ എല്ലാവർക്കും ഇഷ്ടമായി, ഞങ്ങൾക്കും ഇഷ്ടമായി. മൂക്കാണെങ്കിൽ പറയേണ്ടവള് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മക്കൾക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഡോണറ്റ്സിൻ്റെ ഷോർട്സില്ലേ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിനി 2 ദിവസം മുന്നേ. അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. പിന്നെ രാത്രിത്തേക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് ചിക്കൻ കറിയും പത്തലാണ് കേട്ടോ. ഇതിലെ കണ്ണൂരത്തെ സ്പെഷ്യലാണ് കേട്ടോ ഈ പത്തൽ. ഇവിടെ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പത്തലാണ്. അപ്പോൾ നമുക്ക് അത്രയും വശമൊന്നുമില്ല അത് ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഷേപ്പ്ലെസ് ആയിട്ട് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ മെഷീനെ കൊണ്ട് വെച്ച് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ പത്തലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന്. അപ്പോൾ അത് കഴുകിയിട്ട് ഉണക്കി ഇങ്ങനൊരു ബോക്സിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ യൂസ് ആക്കാൻ പറ്റുമല്ലോ. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.